Means best friends. Best friends. Best friends. Yes. My close friends. Close friends. Here best friends. Yes, yes. Under man. വീഡിയോ അവസാനം വരെ കാണാൻ നേരം മനസ്സിലാകത്തുള്ളൂ ഇവിടുത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇവിടെ അമ്പലം എങ്ങനെയൊക്കെയാണ്. ഇത് ഉള്ളിൽ അങ്ങനെ കുറേ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് ഉള്ളിലോട്ടല്ലേ, അപ്പം വായു സഞ്ചാരം കുറവായതുകൊണ്ടായിരിക്കും കുറേ ഫാനും ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചുമന്ന ലൈറ്റ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം നേരെ സ്റ്റേ ചെയ്യാൻ വന്നേക്കുന്നത് ദൈത അമരലിംഗേശ്വര സ്വാമി ക്ഷേത്രമാണ്. ഇനി ജസ്റ്റ് ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊരു വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ്. ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് നിന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുളിക്കാൻ പോവുകയാണ് നേരെ. ഇവിടുത്തെ ഭാഷ ഭയങ്കര പാടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ തെലുങ്ക് സംസാരിക്കാനേ പറ്റുന്നില്ല. ഇവരെന്തോ പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ പറഞ്ഞാൽ ആംഗ്യ ഭാഷയിലൊക്കെ കാണിച്ച് അവരൊന്ന് മനസ്സിലാക്കിയത് ഇവരെ കൊണ്ട് കിടില. ആദ്യം നമ്മൾ എവിടെ നേരെ കുളിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ദർശനത്തിന് പോകുന്നുള്ളൂ. ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യണം. വീഡിയോ അവസാനം വരെ കാണാൻ നേരം മനസ്സിലാകത്തുള്ളൂ ഇവിടുത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇവിടെ അമ്പലം എങ്ങനെയൊക്കെയാണ്. നമ്മളെന്തായാലും നേരെ കുളിക്കാൻ പോവുക. നമ്മൾ കൃഷ്ണാനദി, ഇത് കൃഷ്ണാനദിയാണ്. കൃഷ്ണാനദിയിലാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. ഈ കൃഷ്ണാനദിയുടെ അപ്പുറത്തെ സൈഡ് തെലങ്കാന, ഇപ്പുറത്തെ സൈഡ് ആന്ധ്രാപ്രദേശാണ്. അപ്പം ഒരു വെറൈറ്റി സംഭവമൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഈ സ്ഥലം ചൂസ് ചെയ്തത്. അപ്പോൾ നേരെ നമുക്ക് എന്തെങ്കിലും കുളിക്കാൻ പോവാം. ഈ സ്ഥലങ്ങളൊക്കെ നൈസായിട്ട്. ഇവിടെ ആ പാറയുണ്ട്, കണ്ടോ നോക്കിയേ. ഇത് മൊത്തം പാറ സ്ഥലമാണ്, ഫുള്ള് പാറയാണ്. ശബരിമലയിൽ പോകുന്ന സ്വാമിമാരൊക്കെ ഇവിടെ ഉണ്ട്. ആഹാ, മിനി 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 വാരണാസി. ആ പോസ്റ്റൊക്കെ മുങ്ങിയേക്ക് നിൽക്കിയേ. നല്ല ആഴമുണ്ടോ എന്താവോ. ഇവിടെ കുളിക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. ബാത്തിങ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. സോപ്പിടാൻ പറ്റത്തില്ല, നമുക്കല്ലാതെ കുളിക്കാം. ഗൈസ്, ആ കാണുന്നത്, അതായത് ഈ നദിയുടെ അപ്പുറം കാണുന്നത് തെലങ്കാനയും ഈ അമ്പലത്തിന് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലുമാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ തന്നെ തിരിഞ്ഞ് നിന്ന് കുളിക്കുക. നമുക്കെന്തായാലും നേരെ നമുക്ക് കുറച്ച് ഡ്രസ്സ് കഴുകിയത് കൊണ്ടിടാനുണ്ട്. കൊണ്ടിട്ടിട്ട് നേരെ അമ്പലത്തിലോട്ട് പോവാം. ഇവിടെയൊക്കെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പിലെല്ലാം ചന്തയം തൊട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ എന്തോ ഒരു ഉത്സവമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് സ്പെഷ്യൽ ദർശനം എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും താഴെ ക്ഷേത്രത്തിലോട്ട് ഉള്ളിലോട്ട് പോയി നോക്കാം. ഗൈസ്, കുളിച്ച് വന്നപ്പോഴത്തേന് പ്രധാനപ്പെട്ട ഒരു ഇത് അടച്ചിരിക്കുന്നു. 5:50 അടയ്ക്കും. ഇപ്പോൾ 6 മണിയായി. അത് കാണാൻ പറ്റില്ല. അതാണ് മെയിനായിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നത്. നാളെ രാവിലെ 5 മണിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാണാം. ഗൈസ്, അപ്പോൾ നൈറ്റ് അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഉപ്പവും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. നല്ല കിടിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ തങ്ങി നിൽക്കുന്ന കുറേ സ്വാമിമാരുണ്ട്. അവരൊക്കെ നാളെ രാവിലെ ഇനി ഇവിടുന്ന് പോകത്തുള്ളൂ. ഇന്ന് ദർശനവും കണ്ട് അവർ ഫുഡൊക്കെ കഴിച്ച് സ്റ്റേ ഒക്കെ ചെയ്ത് നാളെ അവർ അവിടെ നിന്ന് പോകുന്നതാണ്. അവിടെ നമുക്ക് കിടന്നുറങ്ങാനും എല്ലാത്തിനും സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വെള്ളവും ഫുഡും എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ വീണ്ടും നമ്മൾ ദർശനം കാണാൻ പോവുകയാണ്. ഇന്നലെ കാണാൻ പറ്റില്ല, ഇന്ന് കാണണം. ഇവിടെയും ഉത്സവം പോലൊരു പ്രതീതിയാണ് കേട്ടോ. ഇവിടെ മറ്റെല്ലാ കുറികളും പല പല കളറിലെ കുറികളും അതുപോലെ തന്നെ ഐസ്ക്രീം വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഐസ്ക്രീം വണ്ടികളും അങ്ങനെ കുറച്ച് നല്ല തിരക്കായി കേട്ടോ. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് ഇത്രയും തിരക്കില്ലായിരുന്നു. ഇപ്പം ഫുള്ള് തിരക്കായിട്ടുണ്ട്. ഫുള്ള് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വണ്ടികളും കുറേ ആൾക്കാരും അമ്പലത്തിനകത്തുമായിട്ടൊക്കെ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് എന്തായാലും നേരെ താഴോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും താഴോട്ട് പോവാം. നമുക്ക് അമ്പലത്തിനകത്തോട്ട് പോവാം. കാരണം ലേറ്റ് ആവുമെന്ന്, ഇനി ഇന്നും കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. കാരണം 10:30 അടയ്ക്കും. ഇപ്പം 9 മണി ആയിട്ടുണ്ട്. വേഗം പോകണം, വേഗം പോയിട്ട് ദർശനം കാണണം. ഇതാണ് എൻട്രൻസ്. ഇതുവഴി നമ്മൾ നേരെ പോകുമ്പോൾ ഇടത്തെ സൈഡിൽ നമുക്ക് ഇത് കാണാം കേട്ടോ. ഇവിടുത്തെ പ്രധാന വഴിപാടായ ലഡുവും പിന്നെ അൽബൂരി പോലത്തെ ഒരു സാധനം. അതിൻ്റെ പേരെങ്കിൽ ചോദിച്ചിട്ട് ഇവർ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ലഡുവിന് 2 ലഡുവിന് 50 രൂപയാണ് വില. അതായത് ഒരു ലഡുവിന് ഏകദേശം 25 രൂപയാണ് വില. നല്ല ലഡു കേട്ടോ, നല്ല സൈസുണ്ട്. 2 50 രൂപ. പിന്നെ അൽബൂരിയാണൊക്കെ ഇരിക്കുന്നൊരു പപ്പടം സൈസിലിരിക്കുന്ന അൽബൂരി, അതിന് 3 50 രൂപ. പിന്നെ ഇവിടെ വഴിപാടൊക്കെ എഴുതാനും പിന്നെ വിളിച്ചു പറയാനായിട്ടൊക്കെ ആൾക്കാരിപ്പുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ പ്രതിഷ്ഠകളിൽ ഫുള്ള് ഓരോരുത്തർ വന്ന് പൂവിടലും പിന്നെ മഞ്ഞളും അതുപോലെ തന്നെ ഈ പൊടികളുണ്ടല്ലോ ഭസ്മോ, അതൊക്കെ പൂഷുവാണ്. പിന്നെ മാല ഇടുന്നുണ്ട്, പിന്നെ ചിലർ വിളക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ സ്വാമിമാരുണ്ട് കേട്ടോ. ഇവിടെ മലയ്ക്ക് പോകുന്ന സ്വാമിമാർ ഇവിടെയൊക്കെ കയറിയിട്ടാണ് പോകുന്നത്.
ഒരു വ്യത്യസ്തമായ ടെമ്പിൾ തന്നെയാണിത്. അത് ഞാൻ ആ ഗുഹയ്ക്കകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ അങ്ങനെ അത്രയും ഉള്ളിലോട്ടുള്ളൊരു ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടില്ല. സാധാരണ നമ്മുടെ അഞ്ചൽ കോട്ടക്കൽ ഗുഹാക്ഷേത്രമുണ്ട്, അത് നമുക്ക് വെളിയിൽ നിന്ന് തൊഴുന്ന പോലെയാണ്. പക്ഷേ ഇത് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയിട്ട് തൊഴുള്ളൊരു സംഭവമാണ്. അത് ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ അല്ലാതെ തന്നെ കുറേ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാവരും വിളക്ക് കത്തിക്കുന്നുണ്ട്, മാല ഇടുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നന്ദി, നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നമുക്കിതിൻ്റെ ചെവിയിൽ പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഐതിഹ്യം. ഞാനും പറഞ്ഞു, ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നിറയെ പേരുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഇവിടെ നേരെ ഓരോരുത്തരും ഓരോ രീതിയിൽ അവർ വിളക്ക് കത്തിക്കലും അതിനൊക്കെ തന്നെ ചെറിയ അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ പേര് അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം എന്തൊക്കെയോ പൂജയുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല, കാരണം നമുക്ക് ഇന്ന് തന്നെ തിരിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന പോലെ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും, പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടൊക്കെ ആണ് ഇത്, തേങ്ങയും കാര്യങ്ങളൊക്കെ. നമുക്കെന്തെങ്കിലും താഴോട്ട് പോകാമേ. പിന്നെ ഈ നദിയുടെ അപ്പുറത്തെ സൈഡ് തെലങ്കാനയാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലും. അപ്പുറത്ത് തെലങ്കാന, നടുക്ക് നദി, ഇപ്പുറത്ത് ആന്ധ്രാപ്രദേശ്. നടുക്കൂടെയാണ് അതിർത്തി പങ്കിടുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങൾ. പിന്നെ നിറയെ പേര് ഇരിപ്പുണ്ട്. നിറയെ പേര് ദർശനമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുവാണ് കുറേ പേര്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. ഈ മരത്തിൻ്റെ മൂട്ടി വന്നിരിക്കാൻ നേരത്ത് കുറച്ച് ആശ്വാസം. അതൊരു നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആശ്വാസം, ആ ഒരു ഫീൽ ആവുന്നുണ്ട് നമുക്ക്. കുറേ പേരുണ്ട്, കുറേ പേര് ഇവിടെ സ്റ്റേ അടിക്കുന്നതും കുറേ പേരുണ്ട്. ഇന്നലെ രാത്രി ഇതിനും വന്ന് കുറേ പേരുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു പൂജ നടക്കുന്നുണ്ട്, നമുക്കത് കാണാൻ പറ്റില്ല, അത് വേറെ കാര്യം. നമ്മളെന്തായാലും ഇന്ന് ഈ ദർശനം കണ്ടിട്ട് നമ്മളിന്ന് ഇവിടുന്ന് തിരിക്കും. ഇന്ന് താഴോട്ട് പോകാമേ. കുറേ പേരുണ്ട്, ഇതുവഴിയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ഡ്രസ്സൊക്കെ കഴിവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ നോക്കി, ഇതൊരു പൂ വെച്ചിട്ട് ശിവലിംഗമൊക്കെ വരച്ചിരിക്കുന്നു. ശിവലിംഗവും ശൂലം, അതിനകത്ത് നടുക്ക് അവർ ഇതുമുണ്ട് കേട്ടോ, ആ വിളക്കും പിന്നെ തേങ്ങ പൊട്ടിച്ചിട്ട് അതിനകത്തും വിളക്കുണ്ട്. ഇത് നോക്കിയേ, ഇവരിങ്ങനെ കുറേ പേരുണ്ട്. കുറേ പേര് വന്നിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് വിളക്ക് കത്തിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫുള്ള്. എനിക്കൊന്നത് എന്തോ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്, കറക്റ്റ് എനിക്കറിയത്തില്ല കേട്ടോ, സോറി, ക്ഷമിക്കണം. ഞാനന്ന് ചോദിക്കാനും വിട്ടുപോയി. അടുത്ത് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരൊറ്റ മലയാളികൾ പോലും ഇല്ല, എല്ലാവരും തെലുങ്ക്. അവർക്കത് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പോലും ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഇംഗ്ലീഷിന് കേട്ടിട്ട് മനസ്സിലാവാത്തതൊന്നും എനിക്കറിയത്തില്ല. അതെന്തായാലും വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി ഗൈസ്. ഇവിടെയൊക്കെ നോക്കിയാൽ ആ വിളക്കാണ് നല്ല രസമുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കൊക്കെയാണ്, അതാണൊരു എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അമ്പലമാണ്. വലിയൊരു നന്ദിയുണ്ട് കേട്ടോ ഇവിടെ. ശിവനും പാർവതിയും. ഇതാണ് കൃഷ്ണാനദി. ഈ കാണുന്നതാണ് കൃഷ്ണാനദി. കൃഷ്ണാനദിയുടെ തീരത്താണ് നമ്മുടെ ഈ ദൈത അമരലിംഗേശ്വര സ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. എല്ലായിടത്തും ഇവിടെ പൊതുവേ കാണാൻ പറ്റുന്നത് ഈ അമ്പലത്തിൽ ചുറ്റുപാട് ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ പ്രതിഷ്ഠയുടെ അവിടെയും കുറച്ച് പേര് ഇതുപോലെ മാലയിടുന്നു, അതേപോലെ തന്നെ കുറച്ച് പേര് റെസ്റ്റ് എടുക്കുന്നു. അത് കണക്ക് തന്നെ കുറച്ച് പേര് കളഭം ചാർത്തലും പിന്നെ വിളക്ക് കത്തിക്കലും ഒക്കെ ആയിട്ട് എല്ലാവരും ആ ഒരു തിരക്കിലാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർ അവരുടേതായ രീതിയിലുള്ള ചെറിയ ചെറിയ പൂജകളും കാര്യങ്ങളും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് അവരുടെ വിശ്വാസങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇതായിട്ട് ഓവറെന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ രീതി കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റഡ് ആണ്, കാരണം ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഫുള്ള് പ്രതിഷ്ഠകളാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഫുള്ള് ഓരോരോ പ്രതിഷ്ഠകൾ നമുക്ക് കാണാൻ പറ്റും. നോക്കി എല്ലാം കൊത്തി ചെയ്യുന്നതാണ് നല്ല രസമാണ് കേട്ടോ. നമുക്കിനി താഴോട്ട് ചെല്ലാം. താഴെയാണ് നമ്മുടെ ആ ഗുഹയിലോട്ട് പ്രവേശിക്കുന്ന കവാടം അവിടെയാണ് കേട്ടോ. നമ്മൾ ഇതുവഴി നമ്മൾ ഉള്ളിലോട്ട് അകത്തോട്ട് കയറിയിട്ട് നമ്മൾ നേരെ മേല് വഴിയാണ് പോകുന്നത് കേട്ടോ. നോക്കാം, അവിടെ ടിക്കറ്റ് എടുക്കണമെന്നാണ് തോന്നുന്നത്. അതേ, ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ അവിടെ 2 പേര് മേളിൽ ഇരിപ്പുണ്ട് കേട്ടോ. പാറയുടെ അകത്തോട്ടാണ്, അത് പാറയിലെ ഗുഹയുടെ അകത്തോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. അവിടെയും കുറേ പേര് അവരുടേതായിട്ടുള്ള രീതിയിൽ പൂജ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിനി നേരെ എന്തായാലും നമുക്കിതിനുള്ളിലോട്ട് കയറണം. ടിക്കറ്റ് ചാർജ് 20 രൂപയാണ് വരുന്നത്. ഇവിടെ നമ്മൾ കറക്റ്റ് ക്യൂവിൽ നിന്ന് വേണം നമ്മൾ പോകാൻ. എന്താണെന്നറിയില്ല. നമുക്ക് കയറി പോയപ്പം നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുക്കുക, കയറി പോവുക. ആ ടിക്കറ്റ് ഉള്ളിൽ മേടിക്കാൻ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ.
പ്രത്യേകതരമാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരു ഉള്ളിലോട്ട് അതിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ ചെറിയ രീതിയിലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ രീതിയിൽ നല്ല ഒരു കൂളിംഗ് ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. സാധാരണ ചൂടാണ്, പക്ഷേ ഇത് ഈ നദിയുടെ തീരത്തായതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. ആ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുന്ന സ്ത്രീക്ക് നമ്മൾ ഇത് കൊടുത്തിട്ട്, അതായത് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോകുന്നത്. നമ്മളങ്ങനെ ഗുഹയ്ക്കുള്ളിലോട്ട് കയറി നമ്മൾ ദർശനം കാണാൻ പോവാണ് ഗൈസ്. നോക്കി, അത് വെള്ള പെയിൻറ്റ് അടിച്ചിട്ടുണ്ടോ കേട്ടോ അവർ. ആ പാറ കൊത്തിയിട്ട് ആ കയറിപ്പോകുന്ന സ്ഥലത്ത് മാത്രമേ, ഉള്ളിലോട്ടില്ലെന്ന് തോന്നുന്നു വെള്ള പെയിൻറ്റ്. ഇല്ലില്ല. താഴെ നോക്കിയാൽ താഴെ ഒരു ചെറിയ ഓവ് പോലെ, അത് വേസ്റ്റ് വന്ന വെള്ളമാണോ അതോ കറക്റ്റ് കാര്യം എനിക്ക് അറിയാൻ വയ്യ. ആ ഒരു സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാം. മെയിൻ പ്രശ്നം എന്താ പറയുമ്പോൾ ഗൈസ്, സത്യം പറയാമല്ലേ, ഈ ഭാഷ അറിയാത്തതുകൊണ്ട് ഇവരുടെ അടുത്ത് എന്തോ ചോദിച്ചാലും ഇവർ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ പാറ അടക്കിയടിക്ക് വെച്ചുണ്ടാക്കിയതാണോ അതോ കൊത്തി ഉണ്ടാക്കിയതാണോ ഒന്നും അറിയാൻ വയ്യ. അങ്ങനല്ല, കൊത്തി ഉണ്ടാക്കിയതായിരിക്കും മിക്കവാറും, അങ്ങനെയാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ആ പാറല വെട്ട് കണ്ടോ, കറക്റ്റ് കുറേ വെട്ടുകളും വരകളും, ഇതൊക്കെ എങ്ങനെ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെ കേട്ടോ. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, അതേ ശ്രദ്ധിച്ചാൽ. നോക്കിയേ, അവിടെ മാമി ടിക്കറ്റ് പിടിക്കാൻ ഇരിപ്പുണ്ട്. അടുത്തത് ഈ കല്ല്, എവിടെ പോയാലും ഈ കല്ല് കാണും ഗൈസ്. കുറേ കല്ലിനെ കൊണ്ട് വേറെ കുറച്ച് കല്ലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതിന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. സത്യമായിട്ട് എനിക്കറിയത്തില്ല. അതാ കർണാടകയിലോ തെലുങ്കിലും കണ്ട് ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാറ ഈ കല്ലൊക്കെ നോക്കിയേ, ഇതൊക്കെ എങ്ങനെ ഇത് കൊത്തി ഉണ്ടാക്കിയതാണോ അത് കറക്റ്റ് അറിയാൻ വയ്യ കേട്ടോ. ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ ആവുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. എനിക്കിതിനെപ്പറ്റി സത്യം പറയാമല്ലോ, എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. പിന്നെ അത് നോക്കി AC ഒക്കെ ഉണ്ട് കേട്ടോ. വർക്കാവുന്നതാണെന്നൊന്നും അറിയാൻ വയ്യ. AC ഒക്കെ ഉണ്ട്, വർക്കാവുന്നതായിരിക്കും. അവിടെ കണ്ട ഇലക്ട്രിക് ബോക്സ് ഒക്കെ ഇരിപ്പുണ്ട്. ശിവൻ്റെയും പാർവതിയുടെയും ഒരു ഇത് ചുമന്ന ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇഷ്ടംപോലെ ലൈറ്റുണ്ട്, ലൈറ്റും ഫാനും ഒക്കെ ഉണ്ട്. കാരണം ഇതിന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ എനിക്കൊന്ന് വായുസഞ്ചാരം കുറവായിരിക്കുമല്ലോ, പാറയുടെ ഉള്ളിലോട്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ഫാനും കാര്യങ്ങളും ലൈറ്റും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ, ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തോന്നിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചെറിയ വഴികൾ, ആ വഴി തറ നല്ല രസമാണ് കേട്ടോ, നല്ല തണുപ്പാണ് തറയിൽ. പക്ഷേ നമുക്ക് ആ തറയിൽ മാത്രമേ തണുപ്പുള്ളൂ എന്നുള്ളതാണ് വേറെ സത്യം. അതുകൊണ്ടാണ് അവിടെ ഫാൻ വെച്ചിരിക്കുന്നത്. ആ പാറയൊക്കെ നോക്കിയേ, നമ്മളിതുവഴി ഇനിയും കുറേ മുന്നോട്ട് പോകേണ്ടെന്നാണ് തോന്നുന്നത്. ഇത് കാണുമ്പോൾ ഒരു അത്ഭുതം കേട്ടോ. ഓരോരുത്തരും ആ കല്ല് എന്തിനാണ് അങ്ങനെ വെച്ചേക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. ചെറിയൊരു സ്ഥലത്ത് ഒരു സ്റ്റൂളൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, അവിടെ ഒരു ഫാനുണ്ട്. ആ പാറയൊക്കെ നോക്കിയേ, കഴിഞ്ഞ സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ കേട്ടോ, അത് എന്താണ് അങ്ങനെ ആ പാറയൊക്കെ ആ ഒരു ഷേപ്പിൽ വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം ഫുള്ളിങ്ങനെ കൊത്തി വെട്ടി ഉണ്ടാക്കി, അങ്ങനെ വെട്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കണം അതങ്ങനെ വരുന്നത്. ഇഷ്ടംപോലെ ഫാനൊക്കെ ഉണ്ട്, അതിലൊന്നൊരു കോംപ്രമൈസും ഇല്ല, ഇഷ്ടമുണ്ട്. പിന്നെ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടെന്ന് തോന്നല്ല. അവിടെയൊക്കെ നമുക്ക് തേങ്ങയൊക്കെ ഉടയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെയും ചെറിയ ഓരോരോ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ചെറിയ ഫോട്ടോയും വെച്ച് അവിടെ കുറച്ച് പൂവ് ഇട്ട് അവരങ്ങനെ ആരാധിക്കുകയാണ് ഗൈസ്. അവിടെ എല്ലാം ഓരോരുത്തർ പൈസയും അതും ഇതും എല്ലാം ഇടുന്നുണ്ട്. AC ഒക്കെ 2-3 ഉണ്ട് കേട്ടോ അവിടെ എവിടെയൊക്കെ ആയിട്ട്. ഇവിടാണ് ഒരു ഇതെന്ന് തോന്നുന്നു. അതെ ഇവിടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ക്യാമറയുണ്ട് ഗൈസ്, അതേ ക്യാമറയുണ്ട്. ഇത് നോക്കിയേ, എനിക്ക് ഇത് കാണുമ്പോഴാണ് എനിക്കൊരു അത്ഭുതം കണക്ക് തോന്നുന്നത്. ആ ചെറിയ കുത്തൊക്കെ കാണുമ്പോൾ അത് കാണുമ്പോൾ ഒരു അത്ഭുതം പോലെ തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത്. നമ്മുടെ അവിടെ ഉണ്ട് അഞ്ചൽ കോട്ടുകൾ ഗുഹാക്ഷേത്രമുണ്ട്, പക്ഷെ അത് ഇതുപോലല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഉള്ളിലോട്ടൊരു ഗുഹാക്ഷേത്രത്തിലോട്ട് പോകുന്നതും. അതായത് ഈ ഒരു രീതിയിലുള്ളൊരു ഗുഹാക്ഷേത്രം ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ അവരൊക്കെ അതിനകത്ത് എന്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പൈസയും പൂവും എന്തൊക്കെ ഇടുന്നുണ്ട് അവർ. എല്ലാ അമ്പലങ്ങളിലും കാണിക്കുകയെന്ന് വെച്ച് സത്യം പറഞ്ഞാൽ ദൈവത്തിന് എന്തിനാണ് നമ്മുടെ പൈസ?
അതിൻ്റെ ഒരു ആവശ്യമില്ല. ശബരിമലയിലാണ് ഏറ്റവും കൂടുതൽ പൈസ ഒന്നും അറിയുന്നത്. ഞാൻ ഉള്ളിലോട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവരെന്തോ പറയുന്നത്, വീഡിയോ എടുക്കാൻ അലോഡല്ലെന്നാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, എടുത്തോളാൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ കേരളം ആയതുകൊണ്ട് എവിടെ ചെന്നാലും ഒരു പരിഗണന കിട്ടുന്നുണ്ട് കേട്ടോ. അത് മുമ്പേ മനസ്സിലായ ഒരു കാര്യമാണ്. നമുക്കെന്തായാലും നേരെ ഉള്ളിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു പറഞ്ഞു. ഓക്കെ ബൈ ബൈ. ഇനി കുനിഞ്ഞിറങ്ങണം. ഇതാണ് അടുത്തൊരു ടാസ്ക്. അയ്യോ, നമ്മൾ കുനിഞ്ഞിറങ്ങിയേ പറ്റത്തുള്ളൂ. ഇച്ചിരി റിസ്ക് കേട്ടോ. നടുവേദനയുള്ളവരൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും ഈ കാര്യത്തിൽ. നമ്മൾ ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ പലരും ഓം നമഃ ശിവായ നാമം ജപിച്ചുകൊണ്ടാണ് പോകുന്നത്. എത്തി ഗൈസ്, എത്തി. അതായത് നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തി കേട്ടോ. നമ്മൾ ഇനി ഇതൊക്കെ എങ്ങനെ പണിഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ. ഇവിടാണ് മെയിൻ പൂജയും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. മാല ഇടലായാലും ഭസ്മവും കളപ്പവും അതും ചന്ദനം പൂഷണവും എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ അവർ ഒരു വെറ്റയിൽ പാക്കും അതിനൊക്കെ തന്നെ തേങ്ങയൊക്കെ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ നന്ദിക്ക് മണി കെട്ടുന്നുണ്ട്. അവിടെ എല്ലാവരും ആഗ്രഹങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഞാനും എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് വരാം. കുറേ നാളത്തെ ആഗ്രഹം, കുറേ ആഗ്രഹങ്ങളുണ്ട്. എല്ലാം ഒന്ന് പറഞ്ഞേക്കാം. റെഡി ആവുന്നെങ്കിൽ റെഡി ആവട്ടെ. ഇവരിവിടെ കിടന്ന് ഈ പറയുന്ന ഭാഷ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തെലുങ്ക് സ്ഥലത്തുള്ളവർക്ക് മനസ്സിലാവും. നമ്മളൊക്കെ എന്ത് മനസ്സിലാക്കാനാണ്, അവസ്ഥയാണ് ഗൈസ്. ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത് കേട്ടോ. നമ്മൾ ഇതുവഴി വന്നത്. നമ്മളും അങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ആ ഒരു വ്യൂ. ഇവിടെ ഭസ്മം മേടിക്കാനും അതുപോലെ തന്നെ പിരിവും കാര്യങ്ങൾക്കും എല്ലാം ആളിരിപ്പുണ്ട്. അതുപോലെ തന്നെ അടുത്ത പ്രതിഷ്ഠ എന്ന് പറയുന്നത് അവിടെയാണ്, ആ സൈഡിലാണ്, നമ്മുടെ വലത്തെ സൈഡിലാണ്. നമ്മൾ കുറച്ച് മുന്നിലോട്ട് പോയി നിന്നിട്ട് അവിടെ കാണാം. എന്നാലും ചുമന്ന കുറി എടുത്തിട്ടേക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടെ ഫുള്ള് പ്രതിഷ്ഠകളാണ് കേട്ടോ. ഫുള്ള് പ്രതിഷ്ഠകളാണ്. ഇതാണ് മെയിൻ പ്രതിഷ്ഠ. ഇവിടെ വന്നാണ് എല്ലാവരും തൊഴുന്നതും കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു അമ്പലത്തിലായിട്ടും മെയിൻ പ്രതിഷ്ഠയാണല്ലോ, അത് ഇവിടാണ്. ഈ ദർശനം കാണുന്നത് രാവിലെ 5:30 തൊട്ട് 10 മണി വരെ. അതിനൊക്കെ തന്നെ വൈകുന്നേരം 3:30 തൊട്ട് അതിനൊക്കെ തന്നെ ഒരു 5 മണി വരെ. വൈകുന്നേരം ഒരു 5 മണി 5:30 വരെ ഉള്ളൂ. അത് കുറച്ച് ലിമിറ്റഡ് ടൈമാണ് കേട്ടോ. അത് എനിക്കൊന്ന് ഏതോ സീസണും കണ്ടു, സീസണിൽ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാം ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്തോന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷും അവർക്ക് അറിയത്തില്ല, എനിക്കും വലുതായിട്ട് അറിയത്തില്ല. അതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് ഇനി തൊട്ട് ഭാഷയൊക്കെ നല്ലോണം പഠിക്കണം. ഹിന്ദി അറിയാമായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും പിടിച്ചിരിക്കുമായിരുന്നു, എന്തെങ്കിലും കുറച്ച് അറിവ് നേടാമായിരുന്നു. ഇതിപ്പോൾ അത് നടക്കില്ല. എല്ലാവരും ഒന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നമുക്ക് ഇവിടെ ഇരുന്നിട്ടൊക്കെ പോവാം. അടുത്തത് ഇതുവഴി കുഞ്ഞാണ് ഇറങ്ങേണ്ടത് ഗൈസ്. കുറച്ച് ടഫാണ് കേട്ടോ. ഇത് നോക്കി, ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത്ര ഒപ്പിച്ചെടുത്തതെന്തോ സമ്മതിക്കണം. എല്ലാവരും അതേണക്കെ അവരെല്ലാവരും ഫ്ലെക്സിബിളായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതുവഴി നോക്കി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പാമ്പ് വല്ലതും ഉണ്ടാവുമെന്തോ. ഇത് നോക്ക്, ഇതുവഴിയാണ് എല്ലാവരും വരുന്നത്. എല്ലാവരും കയറി വരുന്നുണ്ട്. ഓക്കെ, നമുക്കും പോവാം. ഇതിനകം ഇത്രയാണ്. പക്ഷേ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി, അത് നൈറ്റ് അവിടെ അത്രയും വെട്ടമില്ലാത്തതുകൊണ്ട് നല്ല കുറവായിരുന്നു ഗൈസ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ നല്ലൊരു പ്രോപ്പർ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. എന്തായാലും ഇനി കുറച്ച് യൂട്യൂബൊക്കെ ഒന്ന്
യൂട്യൂബിൽ ഇൻകമൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പുതിയ ക്യാമറയൊക്കെ എടുത്ത് പുതിയ മൈക്കൊക്കെ എടുത്ത് നമുക്ക് സെറ്റപ്പായിട്ട് നമുക്ക് വീഡിയോ ചെയ്യുന്നതാണ്. അതുവരെ എല്ലാവരും ഇത്രയും ക്ലാരിറ്റിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാരിറ്റിയെ കൂട്ടി നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റും എല്ലാം നമുക്ക് കൂട്ടി നമുക്ക് ഓരോ ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് ട്രാവൽ ചെയ്ത് അതിനൊക്കെ തന്നെ ഇഷ്ടംപോലെ ഡെയിലി വ്ളോഗും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കിപ്പം കുറച്ച് ടൈമിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി ലാഗാവുന്നത്. ഇതാണ് എക്സിറ്റ് നമ്മൾ നേരെ വന്ന് ഇറങ്ങുന്നത് ഇവിടാണ്. ഇവിടെയും കുറേ ഫിഷ് യാചിക്കുന്ന കുറേ പേര് ഇരിപ്പുണ്ട്. പക്ഷേ ഇവരെ ആരെയും കണ്ട നമ്മുടെ നാട്ടിലെ ഫിഷൊക്കെ ഇതിനെയും കണ്ടിയൊക്കെ കുറച്ച് പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് കാലും കൈയൊന്നും കാണത്തില്ല, കാലൊക്കെ വളഞ്ഞൊക്കെ ഇരിക്കും. ഇവിടുത്തെ ഒരു കുഴപ്പമില്ല, ഇത് നോക്കി ഒരു കുഴപ്പമില്ലാതാണ് ഫിഷ് യാചിക്കുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ എക്സിറ്റ്, അമ്പലത്തിൻ്റെ ആ പ്രതിഷ്ഠയുടെ എക്സിറ്റ് ഇതാണ്. ഇത് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ആ വഴിപാട് സ്ഥലം. ഫുള്ള് കന്നഡയിലാണ് കേട്ടോ. ലഡു നല്ല കിടിലൻ ലഡുവാണ് ഗൈസ്. എന്ന് 2 മേടിച്ചേക്കാം. അങ്ങനെ ലഡു നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയും ഇല്ല. അതുകൊണ്ടാണ് ഇത് മേടിച്ചത് തന്നെ. നല്ല അത്യാവശ്യം നല്ല സൈസും ഉണ്ട് ലഡുവിന്. അതൊരു പ്രത്യേക ഒരു കർപ്പൂരത്തിൻ്റെ ഒക്കെ ഒരു മണം വരുന്ന ടേസ്റ്റും. അല്ലെങ്കിലും അമ്പലങ്ങളിൽ ചില വഴിപാടുകളൊക്കെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ശബരിമലയിൽ അരവണ പായസം, ഉണ്ണിയപ്പം, അതുപോലെ ഫേമസ് ഉള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. കൊട്ടാരക്കരയിലെ ഗണപതി അമ്പലം, അങ്ങനെ അത് കണക്ക് ഇവിടുത്തെ ദൈത അമരലിംഗേശ്വര സ്വാമി ടെമ്പിളിലെ ലഡു ഇവിടെ വിശ്രമ കേന്ദ്രം കേട്ടോ. ഇവിടെ കൊച്ചു പിള്ളേരെ കൊണ്ട് വരുന്നവർക്കൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ മെഡിക്കൽ ക്യാമ്പുണ്ട്. ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെങ്കിൽ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് അവിടെ ഉണ്ട്. അവിടുത്തെ മെഡിക്കൽ ക്യാമ്പ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കാണുന്ന കണക്കത്തെ ചെറിയൊരു കളിപ്പാട്ടക്കട. ഇത് കറക്റ്റ് ബോർഡറാണ്. കറക്റ്റ് ബോർഡർ എന്ന് പറഞ്ഞാൽ ആന്ധ്രയുടെയും തെലുങ്കാനയുടെയും ബോർഡർ. ഈ നദി ആണ് ആ ബോർഡർ. നദിക്കപ്പുറം തെലുങ്കാന, ഇപ്പുറം ആന്ധ്രാപ്രദേശ്. കുറേ പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്, കുറേ പേര് അവിടെ പൂജ കാര്യങ്ങൾ. പിന്നെ ഇവിടുന്ന് ആ ഒരു വ്യൂ ഒക്കെ കാണാനേ നല്ല രസം കേട്ടോ. ആക്ച്വലി നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ. പിന്നെ നമുക്ക് ഇന്നലെ രാത്രിയിൽ നമുക്ക് കുറച്ച് പോലീസുകാരെ കമ്പനി കിട്ടിയായിരുന്നു കേട്ടോ. നല്ല കമ്പനി എന്ന് പറഞ്ഞാൽ പോലീസുകാർ, ഇവിടുത്തെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ നല്ല പോലീസുകാരെ വേറെ ഒരു സംസ്ഥാനത്തും കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല പോലീസുകാരായിരുന്നു. ഇതാണ് കൃഷ്ണാനദി. ആ കാണുന്നതാണ് തെലുങ്കാന, നമ്മൾ ആന്ധ്രയിലും. കുറേ പേരുണ്ട്, കുറേ ഭക്തജനങ്ങളുണ്ട്, അതിനൊക്കെ തന്നെ പോലീസുകാരുണ്ട്. ഒരു സീസണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ പോലീസുകാരൊക്കെ വരുന്നത്. പക്ഷേ ഇതെന്തോ ഇത് ആർക്കും അറിയാത്തൊരു സ്ഥലമാണിത്. പലർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പോലും ഇത് ഗൂഗിൾ മാപ്പിൽ നോക്കി കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. ഈ ബോർഡറിൻ്റെ സ്ഥലത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ കണ്ടൊരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. പിന്നെ ഈ നദിയും കൂടെ കണ്ടുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കാരണം കുളിക്കുകയും ചെയ്യാമല്ലോ. അപ്പം പക്ഷേ ഇവിടെ ഈ നദിയിൽ സോപ്പിട്ട് കുളിക്കാൻ പറ്റത്തില്ല, അത് ഇവിടുത്തെ ആചാരം പോലെ. പിന്നെ ഇവിടുത്തെ മെയിൻ ഹനുമാൻ ഭക്തരാണ് എല്ലാവരും. മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളം തമിഴ്നാടൊക്കെ വിട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും കോമൺ ആയിട്ടുള്ള എല്ലാ ഹിന്ദു വിശ്വാസികളും മെയിനായിട്ട് ആരാധിക്കുന്നത് ഹനുമാനെയാണ്. അത് വഴിപാടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അത് ഫോൺ പേ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ചെറിയ കടയിൽ. അങ്ങനെ നമ്മളൊരു ഹനുമാൻ്റെ കൊടിയും 2 ലഡുവൊക്കെ മേടിച്ച്. ഇത് അങ്ങനെ പാർട്ടിയുടെയും സംഘടനയുടെയും കൂടിയൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഉള്ള വിശ്വാസികളെല്ലാം വാങ്ങിക്കൊണ്ട് പോയി വണ്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരെണ്ണം മേടിച്ച് കെട്ടാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. നമ്മളിനി നേരെ നടന്ന് വെളിയിലിറങ്ങാൻ പോവാണ്. ഇനി ഇവിടെ അന്നദാനമുണ്ട്. അന്നദാനം 3 നേരം ഉണ്ട് കേട്ടോ, രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഉണ്ട്. നമ്മൾക്കിങ്ങനെ ഇനി അന്നദാനം കഴിച്ചിട്ട് മതി. അന്നദാനം കഴിച്ച് ഒന്ന് ഫ്രഷായിട്ട് തിരിച്ച് നമുക്ക് വാരണാസിക്ക് പോവാം. കിടക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് രാത്രി ഇവിടെ മുതിർന്ന സ്ത്രീകൾക്കും എല്ലാവർക്കും സേഫായിട്ട് ഇവിടെ കിടന്നുറങ്ങാം. ഫാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനൊക്കെ തന്നെ കുടിവെള്ളവും ഉണ്ട്. ആ കിടക്കുന്നത് ചോറാണ്. ചോറ് അവിടെ വേവിച്ച് വെച്ചേക്കുവാണ്. നമ്മൾ ഇന്നലെ ചാർജ് കുത്തിയിട്ടത് മൊത്തം ഇവിടെ കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ചാർജ് കുത്തിയിടാനുള്ള സ്ഥലമുണ്ട്. കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നോക്കിയേ. പിന്നെ അന്നദാനത്തിന് ഉച്ചത്തേക്കുള്ള അന്നദാനത്തിന് അവർ സാധനമെല്ലാം റെഡിയാക്കും കേട്ടോ. കുറേ പേര് അവിടെ അരിയുന്നുണ്ട്.
അതുപോലെ തന്നെ ചോറ് വേവിച്ച് അവർ വിരിപ്പ വിരിച്ചിട്ട്, അത് ചാക്ക് പോലത്തെ ഒരു വിരിപ്പ വിരിച്ചിട്ട് അതിനൊക്കെ തന്നെ അതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു തുണി പോലത്തെ ഒരു ഇതും വിരിച്ചിട്ട് അവർ ചോറ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ കണ്ട് ഇരുന്ന് അരിയുമാണ്. കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ കോലം കേരളത്തിന് വെളിയോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കാണുന്നത് കോലം കാണാം, കുറേ കോലം. നമ്മുടെ സാറുമാർ, ഇവരാണ് നമ്മുടെ ചങ്ക് സാറുമാർ. ഇന്നലെ നമ്മൾ ഇവിടെ നിന്ന് ടെൻ്റ് അടിച്ച് കിടന്നത് കേട്ടാ സാർ. హాయ్ అంటే చెప్పు. ഹായ് హాయ్. ఈ సారు పావం సార్, పూర్ సార్. ది గ్రేట్ హెడ్ కానిస్టేబుల్ సార్, స్టిల్ నాట్ వర్జన్ బట్ ఆంధ్రప్రదేశ్ ఏపీ స్పెషల్ పోలీస్ హెడ్ కానిస్టేబుల్ సార్ రమణ సార్, రామ్దాస్ సార్. యా బట్ హోమ్ నాట్ ఏపీ, హోమ్ నెగిటివ్, ఓన్ హౌస్ తెలంగాణ, హైదరాబాద్ కొండాపూర్. సార్ తెలంగాణ ఇది డివైడెడ్, ఆంధ్రప్రదేశ్ డివైడెడ్ తెలంగాణ. 2014 అయింది. ఓకే, మన చంగ్ సారుమారాണ്. అంటే వాట్ చంగ్ మీన్స్ బెస్ట్ ఫ్రెండ్స్. బెస్ట్ ఫ్రెండ్స్. బెస్ట్ ఫ్రెండ్స్. yes, మై క్లోజ్ ఫ్రెండ్స్. close friends. హియర్ బెస్ట్ ఫ్రెండ్స్. yes అందరమే. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് തിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ സാറുമാർ. എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ട് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വാരണാസിലോട്ട് പോവാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.